കാസർഗോഡ് ബന്ദിയോട് മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായുടെ ആക്രമണം. മദ്രസയിൽ പോവുകയായിരുന്ന സയാന് നേരെയാണ് നായകൾ പാഞ്ഞെടുത്തത്. ആൾ ഓടിപ്പോയി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ട് നെട്ടിയ ഒരു വീഡിയോ ഉണ്ട്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ അടുക്കയിലെ ഒരു സ്ഥലത്ത് മദ്രസ കഴിഞ്ഞു വരുന്ന പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ തെരുവ് പട്ടി ഓട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൃശ്യം CC ക്യാമറയിലൂടെയാണ് നമ്മൾ കണ്ടത്. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ രാവിലെ കണ്ടപ്പോൾ നെട്ടിയതാണ്. ആ രക്ഷകനായി ആ സമയത്ത് എത്തിയത് പ്രിയപ്പെട്ട സുഹൃത്ത് ഖലീലാണ്. ഇവിടെ ആ കുട്ടിയുടെ വീട്ടിലാണുള്ളത്. സൈനുദ്ദീന്റെ മകനാണ്. പ്രിയപ്പെട്ട ഇർഷാദ് അടക്കമുള്ള ആളുകൾ നമ്മളെ കൂടെയുണ്ട്. കാരണം ആ സമയത്ത് ഒരു ദേവദൂതനെ പോലെ വന്നൊരു രക്ഷകനായി പ്രിയപ്പെട്ട ഖലീൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ആ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് CC ക്യാമറയിലൂടെ ദൃശ്യമാധ്യമത്തിലൂടെ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട കുട്ടീനെ സന്ദർശിച്ചു. അൽഹംദുലില്ലാഹ് റാഹത്തിലുണ്ട് കുട്ടി. ചെറിയ കാലിലേക്ക് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ആ സമയത്ത് ഓടുന്ന സമയത്ത് വീണതാണ്. അതുപോലെ പ്രിയപ്പെട്ട ഖലീൽ ആ സമയത്ത് അദ്ദേഹം രാവിലെ എപ്പോഴും വീട്ടിന്റെ പുറത്തിരിക്കുന്ന ഒരാളാണ്. രാവിലെയും അദ്ദേഹം അവിടെ ഇരുന്നു. ആ ഇരിക്കുന്ന സമയത്താണ് കുട്ടിയുടെ ഒച്ച കേൾക്കുന്നത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ പട്ടി ഓടിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തിയിട്ടാണ് ആ പട്ടിയെ ഓടിച്ചത്. നമുക്കറിയാം, തെരുവ് പട്ടിയുടെ മുമ്പിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത്. അതൊക്കെ അദ്ദേഹം ആ സമയത്ത് തരണം ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. വലിയൊരു സംഭവം തന്നെയാണ്. ഈ ധീരതയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് അദ്ദേഹത്തെ അഭിനന്ദിച്ചിരിക്കുന്നത്, അനുമോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാണ്. കാരണം നമുക്കറിയാം, പലപ്പോഴും പല ആളുകളും വിമർശിക്കുന്ന പല സ്ഥലത്തിരുന്നുണ്ട്. ഇത് വിമർശിക്കാതെ അദ്ദേഹം ആ സമയത്ത് തന്നെ ഇടപെടൽ നടത്തി. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് 31-ാം തീയതി ഈ ഒരു വിഷയം ഗൌരവത്തോടുകൂടി ചർച്ച ചെയ്യാനും എന്താണ് ഭാവി പരിപാടി തീരുമാനിക്കാൻ വേണ്ടി ഒരു യോഗം വെറ്റിനറി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധിയോട് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. തീർച്ചയായും പുതിയ ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, കാരണം കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്, അതുമായി ബന്ധപ്പെട്ട് അതിന് കൃത്യമായി പഠിച്ച് ഈ തെരുവ് പട്ടികൾക്കെതിരെ എന്തൊക്കെ നടപടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് കൂടി ആലോചിക്കുന്നതാണ്. മുഴുവൻ ആളുകളും ജാഗ്രതയോടിരിക്കുക. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് കൂടുതൽ ആളുകൾ ജാഗ്രതയോടുകൂടി മാലിന്യം വലിച്ചെറിയാതെ പഞ്ചായത്തുമായി സഹകരിച്ച് പഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനയുമായി സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.